നല്ല രസമായ ചോദ്യം. എങ്ങനെ വിഷയസുഖങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കാൻ സാധിക്കും? റെഗുലർ ക്വസ്റ്റ്യൻ. വിഷയങ്ങൾ പരിണാമത്തിൽ ദുഃഖം തരും എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷേ അതുകൊണ്ട് വിട്ടുപോകുന്നില്ല. പഞ്ചസാര പ്രമേഹം ഉണ്ടാക്കുമെന്നും നല്ലതല്ല എന്നും ചത്തുപോകുമെന്ന് അറിഞ്ഞാലും എന്റെ അമ്മാവൻ പറയുന്നു ചത്തുപോയാലും വേണ്ടില്ല ചക്കര പായസം കുടിച്ചിട്ട് ചാവാറാണ്. പഞ്ചസാരയുടെ രുചി ചാവിനെ കുറിച്ചുള്ള ഭയത്തിനേക്കാളും മേലെ ഇരിക്കണം എന്നാണ്. അപ്പോ എങ്ങനെ ഇതിനെ മറികടക്കുന്നത്? ഇതാണ് ചോദ്യം. ഇതാണ് ഭട്ടതിരി ഇവിടെ പറയുന്നത്. ഭഗവാന്റെ ഭക്തി വിഷയസുഖങ്ങളിലൂടെ അതെ വിഷയസുഖങ്ങളിലുള്ള ഭഗവത്ഭക്തി വിഷയസുഖങ്ങളെക്കാളും പ്രബലമായിട്ട് തീരുമ്പോ ആ ഭക്തി അത് വളരെ പ്രബലമായിട്ട് തീരുമ്പോ അതിന്റെ ആനന്ദം ഇതിനേക്കാളും മേലെ ആവുമ്പോ അത് തനിയെ വിട്ടുപോയി. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ പഞ്ചസാര ഷുഗർ വരും അതൊക്കെ പറഞ്ഞാലും അതിന്റെ രസം ഇയാൾക്കുള്ളിലുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം. അതിന്റെ ഒരു രുചി ഉള്ളിലുള്ളത് കൊണ്ടാണ് പഞ്ചസാര തിന്നിട്ട് ചത്തുപോയാലും വേണ്ടില്ല എന്ന് പറയണത്. അല്ലെങ്കിൽ വിവേകം അത്ര പ്രബലാവണം. ഇതിന്റെ ദോഷം ഇത് എത്ര ചിലപ്പോൾ ആ രോഗമൊക്കെ അധികമാകുമ്പോൾ തനിയെ നിർത്തിപ്പോവും ആളുകൾ കണ്ട വേണ്ട. കാരണം ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് കോൺസിക്വൻസസ് അത് അറിഞ്ഞു കഴിഞ്ഞ് നല്ല പ്രബലമായി അറിഞ്ഞു കഴിഞ്ഞാലും അവൻ അതിന്ന് വിട്ടുപോകും. അപ്പോ വിഷയസുഖങ്ങളിലുള്ള ആസക്തി വിട്ടുപോകുന്നത് ഭഗവാൻ ഭക്തി കൊണ്ട് ആക്രമിക്കപ്പെടുമ്പോ എന്നാണ് പറയുന്നത്. ഭക്തി ഇവനെ അതിനേക്കാളും പ്രബലമായി ആക്രമിച്ചാൽ ഈ വിഷയം വിട്ടുപോകും. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു വിഷയസുഖങ്ങള് നിന്ന് അകന്നു നിൽക്കുമ്പോ അപ്പൊ നമ്മൾ ഉപദ്രവിക്കില്ല. അതിന്റെ വശത്ത് പെട്ടാ അത് വലിച്ചുകൊണ്ടുപോകും. വിഷയാഹ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ. അത് അനുഭവിക്കാതിരിക്കുന്നവന് അത് ഉപദ്രവിക്കാതെ മാറി നിൽക്കും. പക്ഷെ അതിന്റെ ടേസ്റ്റ് ഇവന് വിട്ടുപോകില്ല. അവൻ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതെപ്പോ പോകും എന്ന് വെച്ചാൽ പരം ദൃഷ്ടുവാ നിവർത്തതെ. സമാധിരസാനുഭവം ഉള്ളിൽ ഉണ്ടാവുമ്പോഴേ അത് പോകും. പരമാർത്ഥ ജ്ഞാനം ഉണ്ടാവുമ്പോഴേ അത് പോകും. പരമാർത്ഥമായ സത്യം അറിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ഒരു ബലം ഇവനിൽ കുറഞ്ഞു വരും.